കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. 6 മണിയോടുകൂടി ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, 5:10 കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും യാത്ര പുറപ്പെട്ടത്. 6 മണിയായിരിക്കുന്നു. വന്ദേ ഭാരത് ആദ്യ സ്റ്റോപ്പായ കൊല്ലത്തെത്തിയിരിക്കുന്നു. തീർച്ചയായും കൊല്ലത്ത് വന്ദേ ഭാരത് ട്രെയിൻ എത്തിയിരിക്കുന്നു. കാര്യം രാവിലെ 5:10 തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ യാത്ര തുടങ്ങി. ഇപ്പോൾ 6 മണിക്ക്, അതായത് 50 മിനിറ്റുകൾ കൊണ്ട് കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നു. കൊല്ലത്ത് എത്താൻ 50 മിനിറ്റ് വേണം എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം. നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മുതൽ കായംകുളം വരെ 100 കിലോമീറ്റർ വേഗത്തിലാണ് ആദ്യ ദിവസം വന്ദേ ഭാരത് ട്രെയിൻ ഓടിയത്. ആ സമയക്രമത്തിൽ തന്നെ ഓടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തീർച്ചയായും കണ്ണൻ, ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അതിനുശേഷം കണ്ണനിലേക്ക്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. കണ്ണൻ, കൊല്ലം എന്നത് തിരുവനന്തപുരം കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റോപ്പാണ്. വന്ദേ ഭാരത് അവിടെ എത്തിയിരിക്കുന്നു. ഇനി എത്ര മിനിറ്റോളം ഓരോ സ്റ്റേഷനിൽ തുടരും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതും ഈ കൊല്ലത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ? എന്തായാലും 50 മിനിറ്റ് എന്നുള്ളതാണ് പ്രധാനമായും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്താനുള്ള സമയം. അതാണ് മനസ്സിലാക്കുന്നതും അല്ലേ? തീർച്ചയായും 50 മിനിറ്റിനുള്ളിൽ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. റെയിൽവേ അധികൃതർ അറിയിച്ചിരുന്നത് 5:50, അതായത് 40 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്തെത്താൻ. എവിടേക്കാണ് ഡ്യൂട്ടി? ഇതിന്റെ ട്രയൽ റൺ കമ്പനിയായിട്ട് പോകുന്നത്. എവിടം വരെയാ? എറണാകുളം. ശരി കണ്ണൻ, തുടർന്നോളൂ. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കൃത്യമായി 50 മിനിറ്റ് കൊണ്ട് ആ ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥർ ട്രെയിനിലേക്ക് കയറുകയാണ്. ലോക്കോ പൈലറ്റ് അടക്കമുള്ള ആൾക്കാർ അവിടെ നിന്ന് കയറുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഇങ്ങനൊരു ട്രയൽ റൺ നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇന്നലെ രാത്രി 12 മണി വരെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയോടുകൂടി വന്ദേ ഭാരത് ട്രെയിൻ കൊച്ചുവേലിയിൽ നിന്ന് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അതോടുകൂടിയാണ് ഇന്ന് ട്രയൽ റൺ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു സൂചന വന്നത്. ഇന്ന് രാവിലെ 5:10 തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നു. അതായത് വേണാടിനും ജനശതാബ്ദിക്കും മുമ്പ് തന്നെ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. അതായത് 12:30 കണ്ണൂരിലേക്ക് എത്തുന്ന തരത്തിലായിരിക്കും വന്ദേ ഭാരതിന്റെ ഒരു സമയക്രമീകരണം ഏർപ്പെടുത്തുക. അതായത് ആൾക്കാർക്ക് വേഗത്തിൽ കോഴിക്കോട്, തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആൾക്കാർക്ക്, കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഒരു ട്രെയിനായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഒരു ട്രയൽ റൺ ആരംഭിച്ചിരിക്കുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം കായംകുളം, ചെങ്ങന്നൂർ വഴി ആണ് കണ്ണൂരേക്ക് പോകുന്നത്. നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ 4 ഇടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത പറയേണ്ടത്. അതായത് കായംകുളം, ഷൊർണൂര്, തിരൂര്, ചെങ്ങന്നൂർ എന്ന് പറയുന്നത് ശബരിമലയുടെ ഇടത്താവളമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോപ്പ് വേണം എന്നുള്ള ആവശ്യം വരുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് എംപിമാർ അടക്കമുള്ള ആൾക്കാർ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയക്രമം എങ്ങനെയാണ് പാലിക്കാൻ പോകുന്നത്, ഒപ്പം തന്നെ എത്ര വേഗത്തിൽ ഓരോ സ്ഥലങ്ങളിലും സഞ്ചരിക്കാൻ സാധിക്കും എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ട്രയൽ റൺ ആരംഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൃത്യം 5:10 ട്രെയിൻ മുന്നോട്ടെടുത്തു. അതിനുശേഷം 6 മണിയോടുകൂടിയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ എത്തിയിരിക്കുന്നത്. അതായത് 50 മിനിറ്റുകൾക്കുള്ളിൽ വന്ദേ ഭാരത് ട്രെയിൻ കൊല്ലത്തേക്ക് എത്തുന്നു. വളരെ വേഗത്തിൽ തന്നെ ഇവിടേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ടിക്കറ്റ് നിരക്കടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് വരും ദിവസങ്ങളിലായിരിക്കും ഒരു വ്യക്തത വരിക. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ, ലോക്കോ പൈലറ്റ് അടക്കമുള്ള ആൾക്കാർ കയറുന്നുണ്ട്. അവരായിരിക്കും തുടർന്നുള്ള യാത്ര നിയന്ത്രിക്കുക. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം റെയിൽവേ ജംഗ്ഷനിലേക്ക് എത്തും. അതുവഴി കോട്ടയം വഴിയായിരിക്കും ഈ ട്രെയിൻ സർവീസ് നടത്തുക. തീരദേശപാത വഴിയല്ല, കോട്ടയം വഴി സർവീസ് നടത്തി 12:30 കണ്ണൂരിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ 5:50 കൊല്ലത്തെത്തും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയക്രമം 12:30 എന്നുള്ള സമയക്രമം പാലിക്കാൻ പറ്റുമെന്ന്
എന്നുള്ളതും ഇപ്പോൾ റെയിൽവേ അധികൃതർ പരിശോധിക്കുന്നുണ്ട്. എന്ന് തന്നെയായാലും 1 മണിക്കുള്ളിൽ കണ്ണൂരിൽ എത്തുന്ന തരത്തിലായിരിക്കും ഈ വന്ദേ ഭാരതിന്റെ സമയക്രമം എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ഈ ട്രയൽ റൺ സംബന്ധിച്ച് ഇന്നലെ അർദ്ധരാത്രി വരെ ഒരു കൃത്യമായ വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ വന്ദേ ഭാരത് ട്രെയിൻ കൊച്ചുവേലിയിൽ നിന്ന് തമ്പാനിലേക്ക് എത്തിച്ചതോടുകൂടിയാണ് ട്രയൽ റൺ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്കൊരു സൂചന ലഭിച്ചത്. ഇന്ന് രാവിലെ തന്നെ ട്രയൽ റൺ ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മുന്നോട്ടെടുക്കും. 6 മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇപ്പോൾ 6 മിനിറ്റോളം ഈ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്നു. സ്ഥിരമായി യാത്ര ചെയ്യുന്ന സമയത്ത് 6 മിനിറ്റോളം ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയിൽ ഇപ്പോൾ റെയിൽവേ അധികൃതരടക്കമുള്ള ആൾക്കാർ ട്രെയിനിലേക്ക് കയറേണ്ടതുണ്ട്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. അവിടെ നിലവിലെ അവസ്ഥയനുസരിച്ച് സ്റ്റോപ്പില്ല, ചെങ്ങന്നൂർ സ്റ്റോപ്പില്ല. ഇനിയുള്ള സ്റ്റോപ്പ് കോട്ടയത്താണ്. കോട്ടയത്തിന് ശേഷം എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ പോകും. നേരത്തെ ഇത്തരത്തിൽ ഒരു ട്രയൽ റൺ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നേരത്തെ പറയാതിരുന്നതിന് കാര്യം വന്ദേ ഭാരത് ട്രെയിൻ ചെന്നൈയിൽ നിന്ന് പാലക്കാട് വഴി കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് പാലക്കാട് മുതലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ സ്വീകരണമാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് ഇത്തവണയും ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം റെയിൽവേ അധികൃതർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നേരത്തെ മുൻകൂട്ടി പറയാതെ ട്രയൽ റൺ ആരംഭിച്ചത്. കാര്യം അതൊരു സുരക്ഷയുടെ ഭാഗം കൂടിയാണ്. ജനങ്ങളൊക്കെ തന്നെ തടിച്ചുകൂടുകയും ആ ട്രെയിനിന് മുന്നിലേക്കെത്തുകയും ചെയ്താൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കാതെ തന്നെ ഇപ്പോൾ ട്രയൽ റൺ ആരംഭിച്ചിരിക്കുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒട്ടേറെ BJP പ്രവർത്തകരും അതുപോലെ തന്നെ റെയിൽവേ പാസഞ്ചേഴ്സും ഒക്കെ തന്നെ ഈ ട്രെയിനിനെ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇക്കുറി അത്തരത്തിലുള്ള ഒരു സ്വീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൃത്യം 50 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ ഇപ്പോൾ കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നു. 50 മിനിറ്റിനുള്ളിൽ തന്നെ തിരുവനന്തപുരം കൊല്ലം യാത്ര പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അടുത്തത് ഉള്ള സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയത്തേക്ക് എത്ര മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇനി റെയിൽവേ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. എന്ന് തന്നെയായാലും 25-ാം തീയതി പ്രധാനമന്ത്രിയാണ് നാടിന് ഈ ട്രെയിനിനെ സമ്മാനിക്കുന്നത്. അതിന് മുന്നോടിയായി സമയക്രമം പാലിക്കുക. കഴിഞ്ഞ ദിവസം ആദ്യമായി ട്രെയിൻ കേരളത്തിലേക്ക് എത്തിയ സമയത്ത് കായംകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള റൂട്ടിൽ പാത ഇരട്ടിപ്പിക്കൽ നടന്ന റൂട്ടാണ്. അവിടെ ഒരു 100 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ റെയിൽപാളത്തെ സംബന്ധിച്ചിടത്തോളം 36 സ്ഥലങ്ങളിൽ വളവും 36% സ്ഥലങ്ങളിൽ വളവും തിരിവുമൊക്കെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒരേ വേഗത്തിൽ പോകാൻ സാധിക്കില്ല. എവിടെയൊക്കെ വേഗത്തിൽ പോകാൻ സാധിക്കും, എവിടെയൊക്കെ വേഗത കുറച്ച് പോകാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ട്രയൽ റൺ ആരംഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ട്രയൽ റൺ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒപ്പം